KPCC കോൺഫറൻസസ്, അതായത് KPCC സമ്മേളനങ്ങൾ. KPCCയുടെ ഫുൾ ഫോം ആകുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അല്ലെങ്കിൽ കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റി എന്നോ കേരള സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി എന്നോ നമുക്ക് പറയാവുന്നതാണ്. 1920 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നത്. അതായത് ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ മൊത്തത്തിലായി ഒരു കോൺഗ്രസ് സമ്മേളനം മതി. അതായത് നമുക്കറിയാം, പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഓരോ നാട്ടുരാജ്യങ്ങളിലുമായിട്ട് സെപ്പറേറ്റ് കോൺഗ്രസ് സമ്മേളനം വയ്ക്കേണ്ടതില്ല, ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ഒരു കോൺഗ്രസ് സമ്മേളനം മതി എന്നുള്ളതായിരുന്നു ആ തീരുമാനം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് സമ്മേളനം വയ്ക്കുമ്പോൾ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലുമായിട്ട് സെപ്പറേറ്റ് വെക്കേണ്ടതില്ല. കേരളത്തിൽ ആ ഒരു സെയിം ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ആ ഒരൊറ്റ കോൺഗ്രസ് സമ്മേളനം മതി എന്നതായിരുന്നു 1920 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലെടുത്ത തീരുമാനം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ആന്ധ്രാപ്രദേശിലെ APCC രൂപീകരിച്ചു, ബീഹാറിൽ BPCC, രാജസ്ഥാനിൽ RPCC, തമിഴ്നാട്ടിൽ TNPCC, അതുപോലെ കേരളത്തിൽ രൂപീകരിച്ച കോൺഗ്രസ് കമ്മിറ്റിയായിരുന്നു KPCC. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്സിലും ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിലായിട്ട് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നതാണ് KPCC. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ്, അതായത് പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ മലബാറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 5 കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചും നടന്ന സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷ പദവി വഹിച്ചവരെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചാണ്. മലബാറിലല്ല, കേരളത്തിൽ മൊത്തമായിട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി KPCC സമ്മേളനങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് T. പ്രകാശന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. അതുപോലെ 1923 പാലക്കാട് വെച്ച് T. പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. പിന്നീട് നടന്നത് 1927 1927 കോഴിക്കോട് വെച്ച് BG ഹെർണിമാന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. 1928 പയ്യന്നൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. 1928 പയ്യന്നൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. പിന്നീട് 1931 വടകരയിൽ വെച്ച് സെൻഗുപ്ത അധ്യക്ഷത വഹിച്ചു. 1932 കോഴിക്കോട് വെച്ച് സാമുവൽ ആറോന്റെ അധ്യക്ഷതയിലും KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായി ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ.